എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ടൈം ട്രാവൽ നടത്താൻ പോവാണ്. നേരെ 1940 നവംബറിലേക്ക്. അവിടെ ഇറങ്ങിയ അഖണ്ഡ ജ്യോതി എന്ന ഒരു മാസികയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 80 വർഷത്തിനു മുൻപുള്ള ആ വാക്കുകൾക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? ശരി, നമുക്ക് ഒരുമിച്ച് തന്നെ അതൊന്ന് കണ്ടെത്തിക്കളയാം. ഈ അമൂല്യമായ അറിവുകൾ നമുക്ക് പകർന്നു തന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ മനസ്സിലും ഇതേ ചോദ്യം വരുന്നുണ്ടാകും അല്ലേ? 1940 ഒരു മാസിക, അതിലെ ആശയങ്ങൾക്ക് നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിലെ ജീവിതത്തിൽ, നമ്മുടെ സന്തോഷത്തിലും വിജയത്തിലും എന്തെങ്കിലും പങ്കുവഹിക്കാൻ കഴിയുമോ? സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. കാലത്തെ അതിജീവിക്കുന്ന ആ അറിവിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. അപ്പൊ നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വഴികാട്ടിയെ രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. അതായത് അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ട ആ ഒരു ഉറച്ച അടിത്തറ അതെങ്ങനെ പണിയാമെന്ന് നോക്കാം. നമ്മുടെ ആത്മാവിനെ ശക്തമാക്കാൻ 3 തൂണുകളുണ്ടെന്നാണ് ഈ മാസിക പറയുന്നത്. ഒന്നാമത്തേത് പരിശുദ്ധിയുടെ ശക്തി. നമ്മുടെ ഉള്ളിലൊരു വ്യക്തത വരാൻ ഇത് അത്യാവശ്യമാണ്. രണ്ടാമത്തേത് ജീവിതത്തിലൊരു ചിട്ട വരാൻ വ്രതങ്ങൾ അല്ലെങ്കിൽ ഒരു തരം ഡിസിപ്ലിൻ വേണം. പിന്നെ മൂന്നാമതായി നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ആത്മചിന്ത, അതായത് സെൽഫ് റിഫ്ലക്ഷൻ. ഈ 3ഉം ചേരുമ്പോഴാണ് ആ അടിത്തറ ഉറയ്ക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആശയമാണിത്. 24 മണിക്കൂറും കൂടെയുള്ള കൂട്ടുകാരൻ. കേട്ടാൻ നല്ല രസമില്ലേ? ഇത് വേറാരുമല്ല, നമ്മുടെ സ്വന്തം മനസാക്ഷി തന്നെയാണ്. എന്തു പ്രതിസന്ധി വന്നാലും ഏത് സംശയം വന്നാലും ശരിയായ വഴി കാണിച്ചു തരാൻ 24x7 നമ്മുടെ കൂടെ തന്നെ ഒരാളുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അത് വലിയൊരു ധൈര്യമാണ് അല്ലേ? ശരി, അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു വഴികാട്ടിയൊക്കെയായി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ജീവിതം എപ്പോഴും സുഗമമായിരിക്കില്ലല്ലോ. ഒരുപാട് പ്രതിസന്ധികൾ വരും. ആത്മീയമായ വളർച്ചയുടെ പാതയിലും ഒരുപാട് വെല്ലുവിളികളുണ്ടാകും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കൃത്യമായൊരു മാർഗനിർദ്ദേശം വേണ്ടിവരും. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ജീവിതത്തിലെ തടസ്സങ്ങളെ മറികടക്കാൻ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റെപ്പ് 1, എന്താണ് തടസ്സമെന്ന് കൃത്യമായി തിരിച്ചറിയുക. സ്റ്റെപ്പ് 2, വഴിതെറ്റിപ്പോയവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരിക. അത് ചിലപ്പോൾ നമ്മൾ തന്നെയാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരാവാം. ആൻഡ് ഫൈനലി സ്റ്റെപ്പ് 3, എന്ത് ബുദ്ധിമുട്ട് വന്നാലും പതരാതെ ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. ഇവിടെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അയ്യോ, എല്ലാം തീർന്നു, വഴിയടഞ്ഞോ എന്ന് കരുതി തളർന്നിരിക്കാറുണ്ടോ? അതോ ശരി, ഈ വഴി അടഞ്ഞെങ്കിൽ എന്താ, പുതിയൊരു വഴി തുറക്കാനുള്ള അവസരമാണിത് എന്ന് ചിന്തിക്കാറുണ്ടോ? അപ്പോ ഈ വെല്ലുവിളികളെയൊക്കെ വെറും പ്രശ്നങ്ങളായി കാണാതെ അതിൽ നിന്ന് അറിവും ജ്ഞാനവും നേടാൻ നമ്മളെ സഹായിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. നമുക്കതിന് ഒരു ജ്ഞാനിയുടെ ആയുധപ്പുര എന്ന് വിളിക്കാം. എന്തൊക്കെയാണ് ആ ആയുധങ്ങൾ എന്ന് നോക്കിയാലോ? വെറുതെ കുറെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമല്ല, അത് ജ്ഞാനമായി മാറണം. അതിനുള്ള 3 വഴികളാണ് ഇവിടെ പറയുന്നത്. 1, വിഗ്രഹാരാധന പോലുള്ള കാര്യങ്ങളിലെ പ്രതീകാത്മകത, അതിന്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുക. 2, നമ്മുടെ ഉള്ളിലൊരു ജീവനുള്ള റേഡിയോ ഉണ്ട്, നമ്മുടെ ഇൻറ്റ്യൂഷൻ, അതിനെ ശ്രദ്ധയോടെ കേൾക്കാൻ പഠിക്കുക. പിന്നെ 15 അണയുടെ കൂട് പോലെയുള്ള ചെറിയ ചെറിയ കഥകളുണ്ടല്ലോ, അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന വലിയ ജീവിതപാഠങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇനി നമ്മുടെ ശരീരത്തെക്കുറിച്ച്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ കാണുന്നത്? ഒരു ഭാരമായിട്ടാണോ? അതോ അതൊരു തടസ്സമായിട്ടാണോ? അതോ ശീർഷാസനം, സ്വരയോഗം പോലെയുള്ള പരിശീലനങ്ങളിലൂടെ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായൊരു ഉപകരണമായിട്ടാണോ? ഓർക്കുക, ആ തീരുമാനം പൂർണ്ണമായും നമ്മുടേതാണ്. ഓക്കേ, നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഭാഗത്തേക്കെത്തുകയാണ്. നമ്മളെല്ലാവരും തേടുന്ന ആ വലിയ നിധി, അത് പുറത്തെവിടെങ്കിലും കണ്ടെത്തേണ്ട ഒരു സാധനമല്ല, മറിച്ച് അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു മാനസികാവസ്ഥയാണ് എന്ന വലിയ തിരിച്ചറിവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ എന്താണ് ആ പരസ്പത്തർ അല്ലെങ്കിൽ ഫിലോസഫർ സ്റ്റോൺ? കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ? തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ അത്ഭുത കല്ല്. അത് ശരിക്കും ഒരു കല്ലല്ല. അത് പുറത്തെവിടെയും അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒന്നാണ്. കരുണ, പരിശുദ്ധി, പിന്നെ വ്യക്തമായ ഒരു ലക്ഷ്യബോധം. ഇവ 3ഉം ചേരുമ്പോഴാണ് ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഉണ്ടാവുന്നത്. അപ്പോ ജീവിതത്തിലെ യഥാർത്ഥ വിജയത്തിനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ ലളിതമാണ്. അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്
മറ്റുള്ളവരോടുള്ള കരുണയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും ഒരു പരിശുദ്ധി വേണം. ഇങ്ങനെയൊരു ജീവിതം നയിച്ചാൽ അതിന്റെ ഫലമെന്തായിരിക്കും? ശാശ്വതമായ സന്തോഷവും വിജയവും. അത്രയുള്ളൂ. ശരി, അപ്പോ ഈ പഴയ മാസികയുടെ താളുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, യഥാർത്ഥ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന് പരിശുദ്ധിയും അച്ചടക്കവും ആത്മപരിശോധനയും വേണം. 2, ജീവിതത്തിലെ തടസ്സങ്ങൾ കണ്ട് പേടിക്കേണ്ട, അതൊക്കെ ജ്ഞാനത്തിലേക്കുള്ള വഴിയുടെ ഭാഗമാണ്. 3, നമ്മുടെ ശരീരം അത് വെറുമൊരു ശരീരം മാത്രമല്ല, ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു പവർഫുൾ ടൂളാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് യഥാർത്ഥ സന്തോഷം എന്ന വലിയ നിധി പടുത്തുയർത്തുന്നത് അനുകമ്പയും ലക്ഷ്യബോധവും കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നോക്കൂ, 1940 എഴുതിയ വാക്കുകളാണെങ്കിലും ഇന്നും അതിനെത്രമാത്രം പ്രസക്തിയുണ്ടെന്നല്ലേ? ഈ ജ്ഞാനം കാലത്തെ അതിജീവിച്ചതാണ്. ഇപ്പോഴീ അറിവ് നിങ്ങളുടേതാണ്. ഇനി യാത്ര നിങ്ങളുടേതാണ്. അപ്പോ എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്?